ഡൈവേഴ്സ് കണ്ടെത്തിയ മെറ്റൽ സ്ട്രിപ്പുകൾ, ആ മെറ്റൽ സ്ട്രിപ്പുകൾ ഒരു വാഹനത്തിൻ്റെതാണ്, പ്രോബബിളി ഈ ട്രക്കിൻ്റെതാകാം എന്നതാണ് അവരിപ്പോൾ അവരുടെ ഡിങ്കി ബോട്ടിൽ നിന്നുള്ള ഇത് കണ്ടെടുത്ത ശേഷമുള്ള ചിത്രമാണ് പങ്കുവെക്കുന്നത്. ഭാരത് ബെൻസ്, വെളുത്ത നിറത്തിലുള്ള ഭാരത് ബെൻസ് ആണ്, ട്രക്കാണ് അർജുൻ ഓടിച്ചിരുന്നത്. ഇതും ഒരു വെളുത്ത നിറത്തിലുള്ള ലോഹഭാഗമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നേവി ഡൈവേഴ്സിൻ്റെ പരിശോധന തുടരുകയാണ്. ഈ പരിശോധനയിൽ അവർക്ക് കണ്ടെത്തിയിരിക്കുന്ന ഭാഗം, നേവി കണ്ടെത്തിയിരിക്കുന്ന ഭാഗത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. 3 ലൊക്കേഷനുകളിലായാണ് അവർ ഡൈവ് ചെയ്തത്. അതിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഈ 1, 2 and 3 3 ലൊക്കേഷനുകളിൽ നടത്തിയ ഡൈവിൽ ആ പുഴയിൽ നിന്ന് നമ്മളിപ്പോൾ കാണുന്ന നേവിയുടെ ബോട്ടുകൾ അടുപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് അവരുടെ ബോട്ടുകളിലാണ് ഈ ലോഹഭാഗങ്ങൾ ഉള്ളത്. അതിൻ്റെ ചിത്രങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അർജുൻ കല്യാട് നമുക്ക് പോകേണ്ടത് നോക്കൂ, അതാണ് നേവി കണ്ടെത്തിയിരിക്കുന്ന ഒരു ഭാഗം. അത് ഒരു വളഞ്ഞ ഒരു കമ്പി പോലെയുള്ള ഒരു ഭാഗമാണ്. അത് മാത്രമല്ല മറ്റൊരു ഭാഗം കൂടിയുണ്ട്, ഒരു വെളുത്ത നിറത്തിലുള്ള ഇത് ഭാരത് ബെൻസിന്റെ ട്രക്ക്, വെളുത്ത നിറത്തിലുള്ള ട്രക്കായിരുന്നു അർജുൻ ഓടിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമാണോ ഇത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതോ മറ്റെന്തെങ്കിലും ലോഹഭാഗമാണോ? അത് മനാഫിനോ അല്ലെങ്കിൽ മുബീനോ തിരിച്ചറിയാൻ കഴിയും. അവരെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഈ കിട്ടിയിരിക്കുന്നത് വെളുത്ത നിറമുള്ള ഒരു വസ്തുവാണ്. അതിൽ പ്രോബബിലിറ്റി തള്ളിക്കളയുന്നില്ല നേവി. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഒരു വാഹനത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അർജുൻ നമ്മളിപ്പോൾ ആ ദൃശ്യം അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഡിങ്കി ബോട്ടിൽ വെച്ചിരിക്കുന്ന ആ ഭാഗം, ആ ലോഹഭാഗം, അത് ഈ ഭാരത് ബെൻസിൻ്റെ ട്രക്കാണോ, ട്രക്കിൻ്റെ ഭാഗമാണോ? അതിൻ്റെ ഒരു ഘടനയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് നമ്മൾ എത്തേണ്ട ഒരു നിഗമനം? സാധ്യതയുണ്ട് എന്നാണ് നേവി തന്നെ പറയുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനകത്ത് PRO ഡിഫൻസ് കൊച്ചി വ്യക്തമാക്കുന്നത്, ടുഡേ ഇന്ത്യൻ നേവി ഡൈവേഴ്സ് undertaking diving opposite at Ganga Valley River upon request from State Admin Kerala Search. ഇതിനകത്ത് നേവി തന്നെ ഒരു സാധ്യത പറയുന്നുണ്ട്. അതായത് ഇത് ഇത്തരത്തിൽ ഒരു ഭാഗമാവാനുള്ള സാധ്യത എന്നുള്ള രീതിയിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. നമുക്ക് ഈ മേഖലയിൽ കൂടുതലായിട്ടുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ ഇനി വെളുത്ത നിറത്തിലുള്ള ഭാഗമാണ്. മനാഫിനെയാണ് നമുക്ക് വേണ്ടത്. മനാഫിനെ ഒന്ന് ഫോണിൽ കണക്ട് ചെയ്യണം. PCR മനാഫിനെയാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലോഹഭാഗം അത് ഇപ്പോൾ പുഴയുടെ ആഴത്തിൽ നിന്ന് നേവിയുടെ ഡൈവിംഗ് ടീമിന് കിട്ടിയതാണ്. അത് ഒരു ട്രക്കിൻ്റെ ഭാഗമാകാം എന്നതാണ് നേവിയുടെ ടീം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ അവർ പുറത്തുവിട്ട ചിത്രമാണിത്. ഇങ്ങനെയുള്ള ഒരു ഭാഗം കിട്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കമ്പിയുടെ ഭാഗമാണ് മറ്റൊന്ന്. അതാണിപ്പോൾ അവർ കണ്ടെടുത്തിരിക്കുന്നത്. ഇത് ഭാരത് ബെൻസിൻ്റെ വൈറ്റ് ആയിരുന്നു ഈ ട്രക്ക് എന്നതാണ്. നമുക്ക് ആ ട്രക്കിൻ്റെ പഴയ ചിത്രം കൂടി നമുക്കൊന്ന് എടുക്കാം. ട്രക്ക് ലോഡുമായി, അതായത് മരം കയറ്റിയ ലോഡുമായി വരുന്ന ട്രക്കിൻ്റെ ഭാഗം ആണോ ഇത് എന്നതാണ് അറിയേണ്ടത്. മനാഫിന് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകാൻ കഴിയും. നേവിയുടെ ടീമിൻ്റെ ഡിങ്കി ബോട്ടിലാണ് ഇപ്പോൾ ഈ വസ്തു ഉള്ളത്. അതവർ കരയിലേക്ക് ഉടൻ തന്നെ കൊണ്ടുവരും. നേവി കണ്ടെത്തിയ ലോഹഭാഗം അർജുൻ്റെ ട്രക്കിൻ്റേതാണ് എന്ന സൂചനയാണ് അവരിപ്പോൾ നൽകുന്നത്. പ്രോബബിളി എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഈ ലോഹഭാഗം അത് അർജുൻ്റെ ട്രക്കിൻ്റേതാണോ എന്നതാണ് അറിയേണ്ടത്. വളരെ നിർണായകമായ ഒരു സൂചനയാണ്. അർജുൻ്റെ വാഹനം അത് തകർന്നാണോ വീണത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കൃത്യമായ ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അവിടെ ഉണ്ടായിരുന്നത് മറ്റൊരു ടാങ്കറാണ്. ബുള്ളറ്റ് ടാങ്കറിൻ്റേതാണോ അതോ ഭാരത് ബെൻസിൻ്റെ ട്രക്ക്, അർജുൻ ഓടിച്ചിരുന്ന വെളുത്ത നിറത്തിലുള്ള ട്രക്ക്, ആ ട്രക്കിൻ്റെ ഭാഗമാണോ ഇത് എന്നാണ് അറിയേണ്ടത്. അവിടെ ഉണ്ടായിരുന്ന ടാങ്കറിൻ്റെ മെറ്റൽ പാർട്ടിൻ്റെ നിറം നമുക്ക് വ്യക്തമല്ല. ഏത് നിറത്തിലുള്ള ടാങ്കറാണ് എന്നത് വ്യക്തമല്ല. പക്ഷേ ഇതിൽ പ്രോബബിലിറ്റി കൂടുതൽ അർജുൻ്റെ ട്രക്കിൻ്റേതാകാനാണ്. വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. നേവിയുടെ ഡിങ്കി ബോട്ടിൽ നിന്ന് അവരെടുത്ത ചിത്രമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എത്താൻ കഴിയുന്ന ഒരു നിഗമനം, അത് അർജുൻ്റെ വാഹനത്തിലേക്കുള്ള ഒരു ലീഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അർജുൻ്റെ വാഹനം തകർന്നായിരിക്കാം വീണിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നുണ്ടാകാം. അതിൻ്റെ സാധ്യതയാണ് ഇപ്പോൾ കൂടുന്നത്. അങ്ങനെ ഒരു ദൃശ്യമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നിർണായകമായ കണ്ടെത്തലാണ്. ഇതുവരെ ഒരു ഹൈഡ്രോളിക് ജാക്കിയാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ലോഹഭാഗം തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അത് ടാങ്കർ ലോറിയുടേതാണോ അർജുൻ്റെ ട്രക്കിൻ്റേതാണോ എന്നതാണ് അറിയേണ്ടത്. നേവിയുടെ ഡൈവിങ്ങിൽ കിട്ടിയ ഈ ഭാഗം അത് ട്രക്കിൻ്റേതാകാൻ സാധ്യതയുണ്ട്, ഭാരത് ബെൻസിൻ്റേതാകാൻ സാധ്യതയുണ്ട് എന്നാണ് നേവി തന്നെ പറയുന്നത്. ഇക്കാര്യത്തിൽ മനാഫിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് പോകാം. ഇപ്പോൾ ഡിങ്കി ബോട്ടിൽ നിന്ന് നേവി പങ്കുവച്ചിരിക്കുന്ന ചിത്രമാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ട്രക്കിൻ്റെ ഭാഗമാണോ, ലോറിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ലോഹഭാഗമാണ്. അത് അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റേതാകാനുള്ള സാധ്യത വെളുത്ത നിറം കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. അർജുൻ കല്യാട്, അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ഇത് ബുള്ളറ്റ് ടാങ്കറിൻ്റേതാണോ അതോ ഈ ട്രക്കിൻ്റേതാണോ? അതിലാണ് ഒരു ക്ലാരിറ്റി വരേണ്ടത്.
ഇപ്പോൾ ഒരു ലോഹഭാഗത്തിന്റെ ചിത്രം നേവി പങ്കുവച്ചിട്ടുണ്ട്. കോണ്ടാക്ട് 1, 2 and 3, അതായത് ഈ ലക്ഷ്മൺ നായിക്കിന്റെ കടയിരുന്നതിന് പിന്നിലായുള്ള ഭാഗം, ആ പുഴയോരം ചേർന്ന് നടത്തിയ പരിശോധനയിൽ നേവിക്ക് കിട്ടിയ ഒരു ലോഹഭാഗമാണിത്. ഇത് തകർന്നു വീണ ബുള്ളറ്റ് ടാങ്കറിൻ്റെതാണോ അതോ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൻ്റെതാണോ എന്നതാണ് സ്ഥിരീകരിക്കേണ്ടത്. ഇത് ട്രക്കിൻ്റെതാണ് എന്നുള്ള ഒരു പ്രോബബിലിറ്റിയാണ് നേവി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അർജുൻ കല്യാട്, ഇപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും സുജി, അതായത് ഇത് ട്രക്കിൻ്റേതാണ് എന്നുള്ള അല്ലെങ്കിൽ ട്രക്കിൻ്റെതാണോ ഒരു പ്രോബബിലിറ്റി നേവി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നേവിയുടെ ബോട്ട് അല്പസമയമായി ആ മേഖലയിൽ ഇങ്ങനെ നിൽക്കുന്നതും, അതായത് തെരച്ചിൽ സ്വാഭാവികമായി ഉച്ചയ്ക്ക് താൽക്കാലികമായി അവസാനിപ്പിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബോട്ട് അവിടത്തേക്ക് തുടരുന്ന കാഴ്ചയുമുണ്ട്. നമ്മൾ മനാഫ് തൊട്ടടുത്ത് തന്നെയുണ്ട്. ആ മനാഫിലേക്ക് നമുക്ക് പോകാമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. മനാഫിലിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അവിടത്തേക്ക് എത്തി അതിനകത്തൊരു വിശദീകരണം നമുക്ക് തേടാമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അർജുൻ കല്യാട്, 2 വാഹനങ്ങൾ അതിൽ വീണിട്ടുണ്ട്. ഇത് തകർന്നു വീണത് ഏത് വാഹനമാണ് എന്നത് അറിയില്ല. ഇതിപ്പോൾ തകർന്ന ഭാഗമാണ്. അർജുൻ്റെ ട്രക്ക് നമുക്കിപ്പോൾ കാണാം. അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കാണുന്ന ഭാഗങ്ങൾ, ആ ഒരു ആംഗിൾ വരുന്ന ഭാഗം, അത് ഈ ട്രക്കിലുണ്ടോ? കാരണം വെളുത്ത നിറത്തിലൊരു ട്രക്കാണ് എന്നത് ഈ ട്രക്കിൻ്റെ ലോഡ് കണ്ട് ഞാൻ പറഞ്ഞതാണ്. ബുള്ളറ്റ് ടാങ്കറിൻ്റെ ഭാഗം അതെങ്ങനെയാണ്, എന്തായിരുന്നു അതിൻ്റെ ഫ്രണ്ടേജ്, അതിൻ്റെ നിറം എന്തായിരുന്നു എന്നത് നമുക്ക് വ്യക്തമല്ല. അർജുൻ്റെ വാഹനം നമുക്കറിയാം. ഇതാണ് അർജുൻ ഓടിച്ച വണ്ടി. അതുപോലെയുള്ള ഒരു വെളുത്ത നിറത്തിൽ ഒരു ലോഹഭാഗം എന്ന് മാത്രമാണ് നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ആ വാഹനത്തിൻ്റെ ഉടമയടക്കമുള്ള ആളുകളാണ്. അർജുൻ്റെ വാഹനത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഫ്രണ്ട് പോർഷനിലെ ഏതെങ്കിലും ഒരു ഭാഗമാണോ ആ കിട്ടിയ ലോഹഭാഗം, അതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അർജുൻ്റെ വാഹനം തകർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് കിട്ടിയത്. നമുക്ക് ടൂൾ ബോക്സിൽ ഉണ്ടായിരുന്ന ഹൈഡ്രോളിക് ജാക്കിയും പുറത്ത് തെറിച്ച് തറച്ചു കിടക്കുന്ന രീതിയിൽ, മണ്ണിൽ ഉറച്ചു കിടക്കുന്ന രീതിയിലാണ് ഇന്നലെ ഈശ്വർ മാൽപ്പയ്ക്ക് കിട്ടിയത്. ഇന്നിപ്പോൾ നേവിയുടെ ടീമിന് കിട്ടിയത് ഒരു ലോഹഭാഗമാണ്. അത് ട്രക്കിൻ്റേതാണ് എന്നതാണ് അവർ നൽകുന്ന സൂചന. ഈ കണ്ടെത്തിയ ലോഹഭാഗങ്ങളുടെ ചിത്രം ഇപ്പോൾ നേവി തന്നെ പങ്കുവച്ചിരിക്കുകയാണ്. അവരത് കരയിലേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഡിങ്കി ബോട്ടിൽ നിന്നുള്ള ചിത്രമാണ് നമ്മൾ കാണുന്നത്. അർജുൻ്റെ ട്രക്ക് വെളുത്ത നിറത്തിലാണ്. അതുകൊണ്ട് ഒരുപക്ഷേ ഇത് അർജുൻ്റെ ട്രക്കിൻ്റേതാകാം, അതല്ല ബുള്ളറ്റ് ടാങ്കറിൻ്റേതും ആകാം. 2 വാഹനങ്ങൾ പുഴയിലേക്ക് അല്ലെങ്കിൽ മണ്ണിനടിയിലേക്കൊക്കെ പെട്ടുപോയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. തത്സമയ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് ആ വാഹനത്തിൻ്റേതാണോ എന്ന് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അർജുൻ കല്യാട് നമുക്കൊപ്പമുണ്ട്. അർജുൻ, കണ്ടെടുത്ത ലോഹഭാഗം അത് ഈ വാഹനത്തിൻ്റേതാകാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് അറിയേണ്ടത്.